നമ്മൾ ഈ ക്ലിനിക്കിലൊക്കെ അസസ്മെൻറ്റ്സ് സെഷനൊക്കെ എടുക്കുന്ന സമയത്ത് ഒട്ടുമിക്ക പാരൻസും കോമൺ ആയിട്ട് പറയുന്നൊരു ബുദ്ധിമുട്ടാണ് കുട്ടികളുടെ സ്ക്രീൻ യൂസ് എന്നുള്ളത്. കുട്ടികൾ ഭയങ്കരമായിട്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്, ഒരു ഫുൾ ടൈം ഫോണിൽ തന്നെയാണ് അല്ലെങ്കിൽ സ്ക്രീനിൽ തന്നെയാണ് എന്നുള്ളത്. അപ്പോൾ ഇന്ന് ജസ്റ്റ് നമുക്ക് അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാൻ തോന്നുന്നു. ഞാൻ അർഷാന, ഹെയ്ലനിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. ഇന്ന് എൻ്റെ കൂടെ ഖദീജ മാം ഉണ്ട്, നമ്മുടെ ഹെയ്ലനിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള. അപ്പോൾ മാം, എന്തുകൊണ്ടായിരിക്കും കുട്ടികളിൽ ഇത്രയും സ്ക്രീൻ യൂസ് കൂടാൻ കാരണം എന്നുള്ളത്? ഇന്നത്തെ ജനറേഷനിൽ പൊതുവെ എല്ലാവരും ഭയങ്കരമായിട്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ടല്ലേ. ചെറിയ കുട്ടികൾ മുതൽ, ഇപ്പം ഒരു ജനിച്ച് വളരുന്ന കുട്ടി മുതൽ ചെറിയ 1-2 വയസ്സുള്ള കുട്ടികൾ വരെ ഭയങ്കരമായിട്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. പൊതുവേ പാരൻസ് ഒരു ന്യായീകരിച്ച് പറയുന്നൊരു കാര്യമാണ് കുട്ടികൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ എന്നുള്ളത്. പ്രത്യേകിച്ച് സിബ്ലിങ്സ് ഒന്നും ഇല്ലാത്ത ഒറ്റ കുട്ടിയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുട്ടിക്കൊന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല, അതുകൊണ്ട് ഫോൺ കൊടുക്കുന്നു, കളിക്കുന്നു എന്നുള്ള രീതിയിൽ. അതുപോലെ പാരൻസ് പലരും വർക്കിംഗ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ അവർക്ക് കറക്റ്റ് അവരുടെ കൂടെ ഇരിക്കാനോ കളിക്കാനോ ഒന്നും സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഫോൺ യൂസ് ചെയ്യുന്നു. അതുപോലെ പുറത്ത് പോയി കളിക്കുക ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ എല്ലാവരും ഫ്ലാറ്റ്, വീട്, ഒറ്റയ്ക്ക് ഉള്ളിൽ മാത്രം നിൽക്കുന്നൊരു രീതിയിലോട്ട് പോകുന്നുണ്ട്. എക്സ്പോഷേഴ്സ് ഒന്നും ഇല്ല. അതെ. ഇപ്പോൾ ഫോണിലോട്ട് മാത്രം, അതാണ് ലോകം എന്നുള്ള രീതിയിൽ ഒതുങ്ങി പോവുകയാണ് കുട്ടികൾ. അപ്പോൾ ഈ കുട്ടികൾക്ക് മെയിനായിട്ട് ഈ പാരൻസിന് കൂടുതൽ അറ്റൻഷൻ കൊടുക്കാൻ പറ്റാത്തതൊരു റീസൺ ആയിരിക്കുമല്ലോ. അതായത് ഇപ്പോൾ ഈ മാം പറഞ്ഞ പോലെ തന്നെ വർക്കിങ്ങിന് പോകുന്ന പാരൻസ് ആകുമ്പോൾ അവർ രാവിലെ പോകുന്നു, രാത്രി വരുന്നു എന്നുള്ള സെറ്റപ്പിലാകുമ്പോൾ കുട്ടികൾ ഫുൾ ടൈം അവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ലാത്തപ്പോൾ ഈ ഒരു ഫോണിലേക്ക് തന്നെ പോകുന്നതാവാൻ ചാൻസ് ഉണ്ട്. അതെ. മിക്കവാറും 2 പേരും വർക്കിംഗ് ആണ് പാരൻസ്. പൊതുവെ അവർക്ക് നോക്കാൻ പറ്റാത്തത് കൊണ്ട് വേറൊരാളെ ഏൽപ്പിക്കുന്ന ഒരു രീതിയിലാണ്. പിന്നെ അവരെ പാരൻസിൻ്റെ പണികളാണെങ്കിലും തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോൺ കൊടുക്കും. അപ്പം ഫുഡ് കഴിക്കുന്നതൊക്കെ ഇപ്പോൾ എല്ലാ കുട്ടികളും, ചെറിയ കുട്ടികളാണെങ്കിൽ പോലും ഫുഡിൻ്റെ കൂടെ ഫോൺ കാണിച്ചു കൊടുക്കുക. പാരൻസ് എങ്ങനെയെങ്കിലും ആ ഫുഡ് കഴിച്ചോട്ടെ എന്നുള്ള രീതിയിൽ. ആ കഴിക്കുന്ന കുട്ടിക്ക് പോലും ആ ഫുഡിൻ്റെ ടേസ്റ്റ് എന്താ, ഞാൻ എന്താ കഴിക്കുന്നത് പോലും അറിയുന്നില്ല. അത്രത്തോളം ആ ഒരു സ്ക്രീൻ ടൈം കൂടി വരികയാണ് ഇന്നത്തെ ഒരു ജനറേഷൻ. അത് ശരിയാണ്. ഈ കുട്ടികൾക്ക് ഇപ്പോൾ ഇതൊരു കണ്ടീഷനിങ് പോലെയാണ്. ഫുഡ് കഴിക്കണമെങ്കിൽ അപ്പോൾ ഫോൺ വേണം, ഫോണില്ലാതെ ഫുഡ് കഴിക്കാൻ പറ്റില്ല. എത്ര വിശക്കുന്നു അല്ലെങ്കിൽ വേറെ ഫുഡിന്റെ ടേസ്റ്റോ ഒന്നും അവിടെ ഒരു മാറ്റർ ആവുന്നില്ല. ഈ ഫോൺ ഉണ്ടെങ്കിലേ കുട്ടി ഫുഡ് കഴിക്കുന്നുള്ള രീതിക്ക് എത്തുന്നുണ്ട്. അതേപോലെ തന്നെ പാരൻസ് ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ബേബി സിറ്റിങ് പോലെ ഒരു പണ്ടത്തെ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റാണ് ഇപ്പോൾ ഒരു ഫോണിന്. കുട്ടിയുടെ വാശി തീർക്കാൻ, ദേഷ്യം മാറ്റാൻ, കുട്ടിയുടെ ബോറടി മാറ്റാൻ, കുട്ടിക്കൊരു പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ മറ്റുള്ളവരുടെ മുന്നിലൊക്കെ സോഷ്യലി കുട്ടികൾ വാശി കരച്ചിലൊക്കെ കാണിക്കുന്ന സമയത്ത് അവിടെ അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് പാരൻസിന് കുറച്ചുകൂടി ഈസി ആക്കുകയാണ് അവരുടെ ലൈഫ്. കുട്ടിക്ക് ഫോൺ കൊടുത്തിട്ട് പാരൻസ് അവരുടെ ലൈഫ് കുറച്ചുകൂടി ഈസി ആക്കുകയാണ്. പക്ഷെ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇത് പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അവർക്ക് അവരുടെ കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ആവുന്നു, അവർക്ക് കാര്യങ്ങൾ സിമ്പിളായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് കറക്റ്റാണ്. അതൊരു പോസിറ്റീവ് വേ ആണ് പാരൻസിനെ സംബന്ധിച്ചോളം. പക്ഷെ അത് കുട്ടികളിൽ അതൊരു നെഗറ്റീവ് ഷെയ്ഡ് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നു എന്ന് വരുമ്പോഴാണ് ഇതിൻ്റെ പ്രശ്നം വരുന്നത് അല്ലേ. എന്തൊക്കെയായിരിക്കും അങ്ങനെ നെഗറ്റീവ്സ് ഒരുപാട് വരുന്ന സമയത്ത് എന്തൊക്കെയായിരിക്കും? ഇപ്പോൾ കുട്ടി വേറെ ആയിട്ട് ഇൻട്രാക്ഷൻ ഇല്ല എന്നൊക്കെ ഉള്ളതൊക്കെ പൊതുവേ പറയുന്നൊരു കാര്യമാണ്. ഫുഡിൻ്റെ കാര്യം ഒരുവിധം എല്ലാവർക്കും അറിയുന്നതാണ്. അല്ലാതെ വേറെ എന്തൊക്കെ ഇഷ്യൂസ് ആയിരിക്കും ഇങ്ങനെ കുട്ടികൾക്ക് വരിക? പൊതുവെ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് താല്പര്യക്കുറവ് കാണാറുണ്ട്. അതുപോലെ മറ്റുള്ളവരുമായി എങ്ങനെ ഇടപഴകണം, മറ്റുള്ളവരുമായി എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് അറിയില്ല. ഒരു പ്രോപ്പറായിട്ട് ഐ കോണ്ടാക്റ്റ് കൊടുത്ത് സംസാരിക്കുക, അല്ലെങ്കിൽ ഒരാൾ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, കുട്ടിക്കൊന്നും അറിയുന്നില്ല. കാരണം കുട്ടി വെറും ഫോണ് അല്ലെങ്കിൽ അതിലൊരു സ്ക്രീൻ മാത്രമേ കുട്ടി കാണൂ, അല്ലെങ്കിൽ ഗെയിം, കാർട്ടൂൺസ്. ഒരു റിയൽ ലൈഫ് കണക്ഷൻസ് കുറവാണ് ഇന്നത്തെ കുട്ടികൾക്ക്. പൊതുവേ ഇപ്പം നമ്മളെല്ലാവരും ഒരു ന്യൂക്ലിയർ ഫാമിലിയാണ് അല്ലേ. ഫ്ലാറ്റുകളിലായിട്ടും വീടുകളിലായിട്ടും മറ്റുള്ളവരുമായിട്ട് ഇടപഴകുക അല്ലെ സംസാരിക്കുന്ന കുട്ടികൾക്ക് ഇഷ്ടമല്ല. ഇനിയിപ്പോൾ വീട്ടിലാരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, നല്ല റിലേറ്റീവ്സ് ആണെങ്കിലോ കസിൻസ് ആണെങ്കിലും ആരും സംസാരിക്കാൻ അത്ര താല്പര്യം കാണിക്കുന്നില്ല. പാരൻസ് ആണെങ്കിൽ അതത്ര കാര്യം വെക്കാറില്ല. കുട്ടികൾ ആരും വന്നിട്ടുണ്ടെങ്കിൽ ഫോണിൽ കളിക്കുന്നുണ്ടാവും, ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം റെസ്പോണ്ട് ചെയ്യും. ഭയങ്കരമായിട്ട് ഈ ഒരു ഗെയിം കളിക്കുക, ഓവറായിട്ട് സ്ക്രീൻ ടൈം കൂടി വരുന്നുണ്ട്. അത് ശരിയാണ്. ഇപ്പോൾ ഒരു കുട്ടികളിൽ മാത്രമല്ല, ഒരു യങ് ജനറേഷനിൽ തന്നെ ഈ ഒരു സാധനം ഭയങ്കര, ഞാൻ ഇൻട്രോവേർട്ടാണ് അല്ലെങ്കിൽ എനിക്ക് ആരോടും സംസാരിക്കാൻ താല്പര്യമില്ല, വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ ഞാൻ സംസാരിക്കാറില്ല എന്ന് പറയുന്നതും ഒക്കെ ഭയങ്കര ഒരു ട്രെൻഡിങ് പോലെ കാണുന്നുണ്ട് അല്ലേ. അതും ഒക്കെ ഈ ഒരു സ്ക്രീൻ യൂസിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെ എക്സ്പോഷർ കുറവിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാവാം.
ഇപ്പോൾ നൈബേഴ്സിനോട് സംസാരിക്കുക അല്ല പുറത്തുള്ളവർ സംസാരിക്കുന്ന അത്രത്തോളം ആവശ്യമില്ല. അതിനേക്കാളും കൂടുതൽ ഓൺലൈൻ ഫ്രണ്ട്സാണ് കൂടി വരുന്നത്. ഒരുപാട് ഫോളോവേഴ്സ് ഫ്രണ്ട്സ് അതിലേക്ക് ഭയങ്കര കാര്യമായിട്ട് കാണുന്നൊരു ജനറേഷനാണിത്. നമ്മൾ ചുറ്റുപാടത്തിൽ ഒരാളെ അറിയില്ല എന്ന് പറയുന്നത് ഭയങ്കര ഒരു അഭിമാനം പോലെ കാണുന്ന ഒരു രീതിയൊക്കെ കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഫോൺ യൂസിൽ തന്നെ ഇപ്പോൾ വേറൊരു കാര്യം പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ബസ്സിൽ പോവുകയാണെങ്കിൽ, ഞാനൊരു സ്റ്റോറി കേട്ടതായിരുന്നു. നമ്മളിപ്പോൾ ഒരു ബസ്സിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ തലവേദന എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തിരിക്കുന്ന കോ പാസഞ്ചറിനോട് പോലും പറയാതെ നമ്മൾ വേറെ എവിടെയോ ഉള്ള ആൾക്കായിരിക്കും ടെക്സ്റ്റ് ചെയ്യുന്നത്, എന്നെ കൊണ്ട് തീരെ പറ്റുന്നില്ല, എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ വേറെ എവിടെയോ ഉള്ള ആളോടായിരിക്കും പറയുക. അത്രയ്ക്ക് ഈ ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻസ് കുറഞ്ഞു. അത്രയും തൊട്ടിരിക്കുന്ന ആളോട് പോലും നമ്മളത് ഷെയർ ചെയ്യാറില്ല. നമ്മളടുത്ത് ആരാണ് ഇരിക്കുന്ന പോലും നമ്മൾ അറിയുന്നുണ്ടാവില്ല. ആ ഒരു രീതിയിലോട്ട് പോകുന്നുണ്ട്. ഭയങ്കരമായിട്ട് സോഷ്യൽ ഇൻട്രാക്ഷൻ്റെ കാര്യത്തിൽ കുറവ് കാണിക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഭയങ്കരമായിട്ടുള്ള വാശി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പാരൻസ് തന്നെയാണ് കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നത്. ചെറുപ്പം മുതൽ ഈ ഒരു ഫോൺ കൊടുത്ത് പിന്നീട് നമുക്ക് പാരൻസിന് മാനേജ് ചെയ്യാൻ പറ്റാത്ത ലെവലിലോട്ട് കുട്ടികൾ എത്തിപ്പെടുന്നുണ്ട്. അപ്പോഴായിരിക്കും കൂടുതലും ഈ പാരൻസ് നമ്മളടുത്തേക്ക് എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. കുട്ടീൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയാൽ കുട്ടി ഭയങ്കരമായിട്ട് വാശി കാണിക്കുന്നു, ദേഷ്യം കാണിക്കുന്നു, ഭയങ്കര കരച്ചിലാണ്, കുട്ടി പഠിക്കുന്നില്ല, പഠിക്കുന്ന സമയത്തും ഫോൺ കാണുകയാണെന്നൊക്കെ കംപ്ലയിൻസ് പറയും അല്ലേ. അപ്പോൾ മാം ഇത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കേസ് ഓർമ്മ വന്നിട്ടുള്ളത്. ഒരു പാരൻറ്റ് പറഞ്ഞത് ആൾ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണെന്നുള്ളതാണ്. പാരൻറ്റ് ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, ഒട്ടും പഠിക്കുന്നില്ല. ജസ്റ്റ് ടീച്ചേഴ്സ് പറഞ്ഞാണെങ്കിൽ ആൾ അനുസരിക്കില്ല, പാരൻസ് പറഞ്ഞാണെങ്കിൽ അനുസരിക്കില്ല. ആളുടെ ഒരു ഇഷ്ടം എന്നുള്ള രീതിയിലാണ്, പഠനത്തിനോട് താല്പര്യം കാണിക്കുന്നില്ല, അല്ലെങ്കിൽ പാരൻറ്റിനൊട്ടും മാനേജ് ചെയ്യാനേ പറ്റുന്നില്ല എന്നുള്ളതാണ്. ആളാണ് വീട്ടിലൊരു മെയിൻ എന്നുള്ള രീതിയിൽ ഫോൺ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുക, ആളിഷ്ടമുള്ള രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുക. അപ്പോൾ പാരൻറ്റ് ഭയങ്കര സങ്കടപ്പെട്ട് എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയുന്നില്ല, ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷെ ആ ഒരു ടൈമിലേക്ക് ഒരുപാട് ടൈം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് വർഷങ്ങളായിട്ട് ആൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനത്തെ കേസിലൊക്കെ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് കുറച്ചധികം ടൈം എടുക്കുന്നുള്ള. പിന്നെ ഒരു തെറാപ്പി കൗൺസിലിംഗ് ആ ഒരു രീതിക്ക് തന്നെ നമ്മൾ കംപ്ലീറ്റ്ലി പോകേണ്ടി വരും അല്ലേ. ഇപ്പോൾ വീട്ടിലുള്ള പൊടിക്കൈകളിലോ അല്ലെങ്കിൽ പാരൻസിന് മാനേജ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തേക്ക് എത്തിപ്പോകുന്നത് അല്ലേ. ഓക്കെ. അതേപോലെ എനിക്ക് അടുത്തിടെ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു മാം. ഈ പറഞ്ഞ പോലെ ക്ലിനിക്കിലേക്ക് വന്നതായിരുന്നു, അവർ നേരിട്ട് വന്നതായിരുന്നു. ചെറിയ കുട്ടിയായിരുന്നു, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. പഠനത്തിൻ്റെ ഇഷ്യൂസിന് തന്നെയായിരുന്നു അവർ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ക്ലിനിക്കിലേക്ക് വന്ന സമയത്ത് വരുന്ന വഴിക്ക് കുട്ടി പാരൻസിനോട് ഫോൺ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വരുമ്പോൾ കാറിൽ വെച്ചിട്ട്. അപ്പോൾ പാരൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഫോൺ. കുട്ടി ഓഫീസിൽ അല്ലെങ്കിൽ നമ്മുടെ ക്ലിനിക്കിൽ എത്തിയതിന് ശേഷം എൻ്റെ ക്യാബിനിലേക്ക് വരാൻ തന്നെ കുട്ടി കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. കുട്ടി ആ വാശിയിൽ തന്നെയായിരുന്നു, പാരൻസ് ഫോൺ കൊടുത്തില്ല എന്നുള്ള. പാരൻസ് കയറി എന്നോട് ഞാനുമായിട്ട് ഡിസ്കസ് ചെയ്തു, ഞങ്ങൾ കാര്യങ്ങൾ സംസാരിച്ചു. അത് കഴിഞ്ഞ് കുട്ടീനെ വിളിക്കേണ്ട ഒരു സിറ്റുവേഷൻ എത്തിയിട്ടും കുട്ടി എത്ര പറഞ്ഞിട്ടും ക്യാബിനിലേക്ക് വരുന്നുണ്ടായിരുന്നില്ല. കുട്ടി ആ ഫോൺ കിട്ടിയാലേ അടങ്ങുള്ളൂ അല്ലെങ്കിൽ ക്യാബിനിലേക്ക് വരുള്ളൂ എന്നുള്ളൊരു വാശിയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തൊക്കെയായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞ് ഒരുപാട് ടൈം എടുത്തു. കുറേ കഴിഞ്ഞതിന് ശേഷം പാരൻസ് എന്തൊക്കെയോ പറഞ്ഞ് ആളെ ഒന്ന് മാനേജ് ചെയ്തിട്ട് ക്യാബിൻ്റെ ഉള്ളിലേക്ക് എത്തി. എന്നിട്ടും ആൾ എന്നോട് സംസാരിക്കാനോ അല്ലെങ്കിൽ പാരൻസിനോടൊരു കാര്യം മിണ്ടാനോ ഒന്നിനും കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. കുട്ടി അപ്പോഴും എനിക്ക് ഫോൺ കാണണം, ഞാനിവിടെ വേറെ സംസാരിക്കാൻ വന്നതല്ല, എനിക്ക് ഫോൺ കാണണം എന്ന് തന്നെ വാശി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത്രയ്ക്കൊരു ഫോൺ അഡിക്ഷൻ എന്നുള്ളൊരു രീതിക്ക് എത്തിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അത് കഴിഞ്ഞിട്ടാണെങ്കിലും കുട്ടി എന്നോട് സംസാരിക്കാതെ ജസ്റ്റ് എങ്ങനെയൊക്കെയോ പാരൻസ് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്യാപ്പിൽ പാരൻസിൻ്റെ കയ്യിൽ നിന്ന് ഫോണ് കൈക്കലാക്കിയും പിന്നെ ആൾ കംപ്ലീറ്റ്ലി ഫോണിലായി. പിന്നെ തീരെ ആളെ നമുക്ക് ഒന്നും സംസാരിക്കാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ പറ്റാത്ത രീതിക്ക് ആൾ ഫുൾ ടൈം ഫോണിൽ തന്നെ ആയിപ്പോയി. പിന്നെ ആ കുട്ടിക്ക് അങ്ങനെ തെറാപ്പി, ഈ ഒരു കൗൺസിലിംഗ്, ഫോൺ അഡിക്ഷൻ എന്നുള്ള ഒരു കാര്യത്തിലേക്ക് നമുക്ക് ആദ്യം ഫോക്കസ് കൊടുക്കണം. അപ്പോൾ പഠനത്തിനായിരുന്നു ആക്ച്വലി അവർ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ഈ ഒരു കാര്യത്തിനായിരുന്നു നമുക്ക് ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പിന്നെ എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പൊതുവെ പാരൻസ് ഫോക്കസ് ചെയ്യുക പഠിക്കാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല, അതിന് ചുറ്റിലും പല കാര്യങ്ങളുണ്ട്, അതിനെ പാരൻസ് അങ്ങനെ ഫോക്കസ് ചെയ്യുന്നില്ല, പഠിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളൊരു രീതിയിലായിരിക്കും. ബിഹൈൻഡ് റീസൺ ആണ് ഇതൊക്കെ അല്ലേ. പൊതുവേ കുട്ടികൾക്ക് ഇപ്പോൾ ഒരു ടെൻഡൻസി ഉണ്ട് അല്ലേ, പുറത്തൊരാൾ വന്നിട്ടുണ്ടെങ്കിൽ അല്ല വേറൊരാൾ ഉണ്ടെങ്കിൽ പാരൻസ് ഫോൺ തരും. ഇപ്പോൾ വീട്ടിലൊരു ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ ടൈം ചോദിക്കും. പാരൻസ് നമ്മൾ കുട്ടികളെ ബാക്കിയുള്ളവർ എന്തെങ്കിലും വിചാരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് വേഗം അങ്ങോട്ട് ഫോൺ കൊടുക്കും. അത് കുട്ടികൾ മുതലാക്കാറുണ്ട്. ഇതാണ് ബെസ്റ്റ് ടൈം എനിക്ക് ചോദിക്കാൻ പറ്റിയത്. അങ്ങനെ ഒരുപാട് മണിക്കൂറുകളോളം ഫോൺ കളിക്കാറുണ്ട് എന്നുള്ളതാണ്. പാരൻസ് സ്റ്റാർട്ടിങ് റിയലൈസ് ചെയ്യൂല, അവർ വേറെ തിരക്കുകളിലാവുമ്പോൾ കുട്ടീനെ ശ്രദ്ധിക്കാണ്ട് കുട്ടി ഓക്കെ ഇനിയിപ്പോൾ അതിനോട് അടി ഉണ്ടാക്കാൻ വയ്യാന്നുള്ള രീതിക്ക് പാരൻസ് ഓക്കെ എന്നുള്ള രീതിക്ക് വിടാറുണ്ട്.
അത് പിന്നെ കുട്ടി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതേപോലെ തന്നെ പാരൻസ് പറയുന്നൊരു കാര്യമാണ് കുട്ടി ഫുൾ ടൈം ഫോണിലാണ് എന്നുള്ളത്. അപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് അപ്പോൾ ഫോൺ വാങ്ങിയാലൊക്കെ ഭയങ്കരമായിട്ട് വാശി, ദേഷ്യം, കരച്ചിലൊക്കെ കാണിക്കാറുണ്ടോ? അങ്ങനെയല്ല, എത്ര നേരം വേണേലും ആൾ കണ്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ ഫോൺ ആളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 10 മണിക്കൂർ ഞാൻ ഫോൺ ആളുടെ കയ്യിൽ നിന്ന് വാങ്ങി 10 മണിക്കൂർ കണ്ടിന്യൂസ് കണ്ടുകൊണ്ടേയിരിക്കും. അതവിടെ വെച്ചിട്ട് കുട്ടിക്ക് പഠിക്കണം എന്നുള്ളൊരു ബോധം അല്ലെങ്കിൽ എനിക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള ചിന്തിക്കുന്നില്ല. കുട്ടി ആ ഫോണിൽ തന്നെ ആയിരിക്കും എന്നുള്ളത്. ഇന്നത്തെ ജനറേഷനിൽ നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ഫോൺ അഡിക്ഷൻ അല്ലെങ്കിൽ സ്ക്രീൻ ടൈം ഭയങ്കര കൂടുതലാണ് എന്നുള്ളത്. നമ്മളത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ടാവുന്നുണ്ട്. അതായത് ഈ സോഷ്യൽ ഇൻട്രാക്ഷൻ കുറയുന്നുണ്ട്, ഭയങ്കരമായിട്ട് ദേഷ്യം കാണിക്കുക, വാശി കാണിക്കുക, പാരൻസ്, ടീച്ചേഴ്സ് ആര് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒട്ടും അനുസരിക്കാത്തൊരു പ്രവണത കാണിക്കാറുണ്ട്. അതുപോലെ ഐ കോണ്ടാക്റ്റ് കുറവാണ്. പൊതുവെ എല്ലാവരും ഫോണിൽ മാത്രം, കുട്ടികളാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കണം, ഒരുപാട് രീതിയിൽ കുട്ടികളെ സോഷ്യലി ആണെങ്കിലും സൈക്കോളജിക്കലി ആണെങ്കിലൊക്കെ ഒരുപാട് രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഒരിക്കൽ സോഷ്യലി അല്ലെങ്കിൽ ഒരു ഏരിയ മാത്രമല്ല, സൈക്കോളജിക്കലി ആണെങ്കിലും ഇമോഷണലി ഒരുപാട് പ്രശ്നങ്ങൾ, കുട്ടികൾ വാശി, ദേഷ്യം, കാര്യങ്ങൾ ഒക്കെ കൂടുന്നുണ്ട്. അതേപോലെ തന്നെ പഠനത്തിൽ അക്കാഡമിക്കലി പ്രശ്നങ്ങൾ വരുന്നുണ്ട്. സോഷ്യലി ഇൻട്രാക്ഷൻ, മറ്റുള്ളവരായിട്ട് പെരുമാറുന്നതും കാര്യങ്ങളും കുറയുന്നുണ്ട്. അത് മൊത്തത്തിൽ കംപ്ലീറ്റ്ലി കുട്ടികളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. കുട്ടികളുടെ തിങ്കിങ്ങും അതേപോലെ അവരുടെ ഡിസിഷൻ മേക്കിംഗ് പോലത്തെ കാര്യങ്ങൾ, ക്രിയേറ്റിവിറ്റി ഒക്കെ കുറയുന്നുണ്ട്. ഇത്തരം കളികളും കാര്യങ്ങളൊക്കെ കുറയുമ്പോൾ അതിലേക്ക് ഞാൻ വേറൊരു കാര്യം കൂടെ ആഡ് ചെയ്യട്ടെ മാം. അതായത് ഇപ്പോൾ ഈ പാരൻസ് പറയുന്ന സമയത്ത് പാരൻസ് കുട്ടികളെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി വെച്ചു, അതിനുശേഷം വീട്ടിൽ അച്ഛനോ അമ്മ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് ഒക്കെ ഫോണിലാവുന്നൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ കുട്ടി അപ്പോൾ ഭയങ്കരമായിട്ട് കുട്ടിക്ക് വേറൊരു രീതിക്ക് ബാധിക്കില്ല. കാരണം കുട്ടിക്ക് ഫോണില്ല കയ്യിൽ. അപ്പോൾ പാരൻസ് രണ്ടാളും ഫോൺ കാണുന്നു, അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസും ഒക്കെ ഫോൺ കണ്ടുകൊണ്ടിരിക്കുന്നു, പക്ഷെ കുട്ടീനെ ഫോണിൽ നോക്കാൻ സമ്മതിക്കുന്നില്ല. അങ്ങനൊരു സിറ്റുവേഷൻ വന്നാലും അതൊരു ബുദ്ധിമുട്ടല്ലേ? അതെ, ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ഇന്നൊക്കെ നമ്മളെ വീടുകളിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ 5 പേരുണ്ടെങ്കിൽ 5 പേരിൽ ഫോണിലായിരിക്കും. ഗാഡ്ജറ്റ്സ് ഉണ്ട്. അപ്പോൾ സത്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഓൾട്ടർനേറ്റീവ് കൊടുക്കണം. ഒരു ഫോൺ വാങ്ങും മാത്രമല്ല, ആ ഫോൺ വാങ്ങിയതിന് ശേഷം കുട്ടിക്ക് ആ ടൈം സ്പെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ഓൾട്ടർനേറ്റീവ് അവിടെ സെറ്റ് ചെയ്യണം. അല്ലേ? ശരിക്കും ഫോൺ ജസ്റ്റ് വാങ്ങി വെക്കുന്നത് മാത്രം കാര്യമല്ല, ആ ഒരു ടൈമിൽ കുട്ടിക്ക് വേറെ എന്ത് ചെയ്യാം എന്നുള്ളത് നമ്മൾ പാരൻസിന് കൺസേൺ ചെയ്യണം. അല്ലേ? സത്യത്തിൽ ഒന്നെങ്കിൽ കുട്ടിയായിട്ട് ഔട്ട്ഡോർ കളിക്കാൻ കുട്ടിക്ക് പറ്റണം, വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ പാരൻസുമായിട്ട് നല്ലൊരു ഇൻട്രാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. അല്ല, ആൾക്ക് എന്ത് ആക്ടിവിറ്റീസ് ആണോ കൂടുതൽ ഇഷ്ടമുള്ളത് അതിലേക്ക് കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുക. കുട്ടീനോട് അങ്ങനെ ചെയ്യുക എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ ബെറ്ററായിട്ട് പാരൻസും കൂടെ അതിൽ എൻഗേജ്ഡായി കുട്ടിയായിട്ടൊക്കെ കൂടെ കളിക്കുക, അല്ലെങ്കിൽ കൂടെ പഠിപ്പിക്കാനാണെങ്കിലും എഴുതാനോ കളിക്കാനോ ഒക്കെ കുട്ടിയായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു കുട്ടികൾക്ക് എഫക്റ്റ് ഉണ്ടാവും. അല്ലേ? പൊതുവേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പാരൻസാണ് അവരുടെ റോൾ മോഡൽസ്. അല്ലേ? അപ്പോൾ പാരൻസ് പൊതുവെ വർക്കിംഗ് ആയിരിക്കും. അപ്പം അവർ വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ ലാപ്പ് കാണുന്നു അല്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്യുന്നു എന്നുവെച്ചാൽ നമ്മൾ കുട്ടികളടുത്ത് ഫോണിൽ കളിക്കല്ലേ എന്ന് പറയുന്നതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ കുട്ടികൾ തിരിച്ചും കൂടെ ചോദിക്കും, നിങ്ങളത് തന്നെയല്ലേ ചെയ്യുന്നതെന്ന്. അപ്പോൾ ശരിക്കും കുട്ടിക്ക് ഒരു വില ഇല്ലാത്ത പോലെ ആയിപ്പോവില്ലേ? വെറുതെ പാരൻസ് പറയുന്നു എന്നുള്ളൊരു സെറ്റ്, അവരെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ കുട്ടി കരുതുള്ളൂ. അവിടെ നമ്മളൊന്ന് പറയുന്നു, അതിന് ഓപ്പോസിറ്റായിട്ട് ചെയ്യുന്നു, അതിൽ കാര്യമില്ല. നമ്മൾ പറയുന്നത് എന്താണോ നമ്മൾ അവർക്ക് പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുമ്പോൾ അത് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് പോവുള്ളൂ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം വരുമ്പോൾ കൂടുതൽ പാരൻസ് ആണല്ലേ അവിടുത്തെ മെയിൻ കീ റോള് എന്നുള്ളത്. ഇപ്പോൾ കുട്ടി കൂടുതലാണെന്നുണ്ടെങ്കിലും കുറവാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കുട്ടിയുടെ ഏതൊരു ബിഹേവിയറൽ ഇഷ്യൂസും പാരൻസിൻ്റെ റോള് ഭയങ്കര വലുതാണല്ലേ. അപ്പോൾ എന്തൊക്കെ ആയിരിക്കും ഈ പാരൻസിന് ചെയ്യാൻ പറ്റുക ഈ ഒരു കേസിൽ? ഒന്ന്, നമുക്ക് ഈ കുട്ടിയുടെ മുന്നിൽ നിന്ന് ഫോൺ യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ഫുഡ് കഴിക്കുന്ന സമയത്ത് കുട്ടിക്ക് ഫോൺ കൊടുക്കാതിരിക്കുക നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പൊതുവെ പാരൻസ് ചെയ്യുന്നത് ഫുഡ് കഴിച്ചോട്ടെ എന്നുള്ള രീതിയിൽ ഫോൺ കൊടുക്കുകയായിരിക്കും ചെയ്യുന്നത്. അതിന് പകരം നമ്മൾ ആ ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഉറപ്പാണ് പാരൻസിന് വിഷമമായിരിക്കും നമ്മൾ കുട്ടികൾ ഫുഡ് കഴിക്കാതിരിക്കുന്ന സമയത്ത്. എന്നാൽ ആ ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിലും ഫോൺ കൊടുക്കാതിരിക്കുക. അപ്പം നമ്മൾ ഒരു ടൈം കൊടുത്തിട്ടില്ല, 2 ടൈം കൊടുത്തിട്ടില്ല, അപ്പോൾ 3ാമതൊരു ടൈം ആകുമ്പോൾ കുട്ടിക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഫോൺ വേണമെന്നില്ല, ഓട്ടോമാറ്റിക്കലി ഫുഡ് കഴിക്കാനായിട്ട് കുട്ടി വരുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഒരു പെയറിങ് ചെയ്യുകയാണ്, ഫുഡിൻ്റെ കൂടെ ഫോൺ, ആ ഒരു രീതിയിൽ. അപ്പോൾ നമ്മൾ പാരൻസ് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു ഫോൺ അഡിക്ഷൻ അല്ലെങ്കിൽ സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നുള്ളത്.
മറ്റൊരു കാര്യം ഇതിൽ നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു കാര്യമായിരുന്നു ഈ ഒരു കൊറോണ ടൈമിൻ്റെ ഒരു ഇമ്പാക്റ്റ് അല്ലേ. അത് ഒരു ഒട്ടുമിക്ക കുട്ടികളിലും ഈ ഒരു ടൈമിലായിരുന്നു ഭയങ്കരമായിട്ട് ഫോൺ യൂസ് കൂടിയത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരുന്നു അവിടുത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. അതായത് ഒന്ന് അക്കാഡമിക്കലി ഫോൺ കംപ്ലീറ്റ്ലി സ്കൂളത്തെ കാര്യങ്ങളും പഠനവും ഒക്കെ ഫോണിലേക്കായി. ഓൺലൈൻ ക്ലാസ്സസും യൂട്യൂബ് വീഡിയോസൊക്കെ ആയിട്ട് ഫുൾ ഫോണിലായി. അതേപോലെ തന്നെ കുട്ടിക്ക് വേറെ പുറത്തൊന്നും കളിക്കാൻ പറ്റുന്നില്ല, വേറെ ഒന്നും ചെയ്യാനില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഫോൺ പാരൻസ് തന്നെ കൊടുത്തു. അങ്ങനെ കംപ്ലീറ്റ്ലി കുട്ടി ഫോണിൽ തന്നെ ആയൊരു സിറ്റുവേഷൻ. അത് കഴിഞ്ഞിട്ട് ആ ഒരു 2 കൊല്ലത്തൊരു ബ്രേക്ക് കഴിഞ്ഞിട്ട് കുട്ടികൾക്കോ അല്ലെങ്കിൽ പാരൻസിനാണെങ്കിലും ആർക്കാണെങ്കിലും അതിൽ നിന്ന് പുറത്ത് വരാൻ കംപ്ലീറ്റ്ലി പറ്റിയിട്ടില്ല അല്ലേ. അതൊരു ഫാക്ടറാണ് അല്ലേ. ഈ ഒരു ഒട്ടുമിക്ക നമ്മൾ അസസ്മെൻറ്റിന് വരുന്ന കുട്ടികളെയും കാണുന്നതാണ്, പാരൻസ് പറയുന്നതാണ് ആ ഒരു ടൈമിലായിരുന്നു കുട്ടി ബേസിക്സ് അല്ലെങ്കിൽ 1ാം ക്ലാസ് UKG പഠിക്കുന്ന സമയത്തായിരുന്നു കൊറോണ. അന്ന് ബേസിക്സ് ഒന്നും ആൾക്ക് കിട്ടിയിട്ടില്ല. അതെ. ഇപ്പോൾ കൗൺസിലിങ്ങിലാണ് പല പാരൻസ് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പറയാറുണ്ട് ആ ഒരു കൊറോണ കാലം എന്നുള്ളത് ആ ഒരു ടൈമിലാണ് ഇത്രത്തോളം ഫോണിന് അഡിക്റ്റായി പോയിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടല്ലേ ഇതിന് പിന്നിൽ. സത്യത്തിൽ ഒരു പാരൻ്റ് ഒരു ഫാക്ടറാണ്, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഫാക്ടറാണ്, അക്കാഡമിക്കലി ഒക്കെ ഫോണിലായതൊരു ഡിജിറ്റലൈസേഷൻ ഒരു ഫാക്ടറാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ പാരൻസിന് എങ്ങനെയാണ് കുട്ടീൻ്റെ ആ ഒരു സ്ക്രീൻ യൂസ് കുറയ്ക്കാൻ പറ്റുക? നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ് മുതൽ, അതായത് കുട്ടികൾ വളർന്ന് വരുന്ന ഒരു കാലം മുതൽ നമ്മൾ പാരൻസ് ശരിക്കും മാനേജ് ചെയ്ത് തുടങ്ങണം. നമ്മൾ പൊതുവേ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ കാര്യങ്ങൾ എളുപ്പമാക്കാൻ വേണ്ടി നമ്മൾ ഫോൺ കൊടുക്കുന്നുണ്ടാവും. അവിടെ മുതലാണ് ശരിക്കും അതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. അപ്പോഴേ കുട്ടി ശീലിച്ച് വളരാണ് ഫോൺ. അത് ഇപ്പോൾ LKG UKG ചെറിയ കുട്ടികളാണെങ്കിൽ പോലും ഫോൺ നമ്മൾ കൊടുത്ത് ശീലിപ്പിക്കുകയാണ്. പക്ഷേ അവിടെ മുതലേ സ്റ്റാർട്ട് ചെയ്യണം അതിൻ്റെ ഒരു മാനേജ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ചെറിയ കുഞ്ഞു കുട്ടികളാവുന്ന സമയത്ത് കളറിങ്ങിലോട്ട്, ഡ്രോയിങ്ങിലോട്ട് അവർക്ക് ഏത് ഏരിയാസിലാണോ ഇൻട്രസ്റ്റ് ഉള്ളത് അവിടെ മുതലേ അതിലോട്ട് നമ്മൾ അവരെ എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അതേപോലെ സ്ട്രക്ചേർഡ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കുറച്ചുകൂടെ ഹെൽപ്പിംഗ് ആണ്. അതായത് ഇപ്പോൾ ഒരു ക്ലാസ് കഴിഞ്ഞ് വന്നാൽ ഇന്ന ടൈം മുതൽ ഇന്ന ടൈം വരെ ഓക്കെ പ്ലേ ടൈമാണ്, എന്നൊക്കെ പുറത്ത് പോയി കളിക്കാനുള്ള സമയമാണ്, ഇതൊരു ഫുഡ് ടൈമാണ്, ഇത്ര ടൈം ഫുഡ് കഴിക്കാനുള്ളതാണ്, ഇത്ര ടൈം പഠിക്കാനുള്ളതാണ്, അതേപോലെ തന്നെ ഇത്ര ടൈം നിനക്ക് ഓക്കെ ഫോൺ തരാം എന്നുള്ള രീതിക്ക് ഒരു കുറഞ്ഞ സമയം അരമണിക്കൂറൊക്കെ കുറച്ചൊരു ടൈം കൊടുക്കുക. കാരണം ഇന്നത്തെ ജനറേഷനിൽ ഫോൺ കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. പല നോളജ് നമുക്ക് ഇന്ന് കിട്ടുന്നത് ഫോണുകളിൽ നിന്നാണ്. നമുക്ക് കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ പോസിബിൾ അല്ല. പക്ഷെ അതിന് മാനേജ് ചെയ്യാന്നുള്ളത് നമ്മൾ പാരൻസ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതുപോലെ ഈ കൊടുക്കുന്ന സമയത്ത് കുട്ടി എന്ത് കാണുന്നു എന്നുള്ളതും നമുക്ക് ഓൾട്ടർ ചെയ്യാൻ പറ്റും. അതായത് വേറെ പ്രശ്നങ്ങളിലേക്കോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള രീതിക്കുള്ള കാർട്ടൂൺസോ അല്ലെങ്കിൽ മറ്റുള്ള വീഡിയോസോ ഒന്നും കാണാതെ കുട്ടി കുറച്ചുകൂടെ ആളുടെ എബിലിറ്റീസ് അല്ലെങ്കിൽ സ്കിൽസൊക്കെ കൂട്ടാൻ പറ്റുന്ന തരത്തിലുള്ള വീഡിയോസൊക്കെയാണ് കുട്ടി കാണുന്നത് എന്ന് നമുക്ക് കുറച്ചുകൂടെ ഉറപ്പുവരുത്താൻ പറ്റും അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കൊരു ഫോൺ യൂസ് സ്റ്റാർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ ഒരു കുട്ടി ഒരു സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ ഒരു അഡിക്ഷൻ ലെവലിലേക്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവുന്ന ഒരു ലെവലിലേക്ക് കുട്ടിയുടെ ഒരു യൂസ് എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ പ്രൊഫഷണലി ഒരു ഹെൽപ്പ് തേടുന്നത് തന്നെയായിരിക്കും അല്ലേ. അതെ, കാരണം പല കുട്ടികളും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അവർ കാണിക്കുന്ന സിംറ്റംസും ഡിഫറെൻ്റ് ആയിരിക്കും. ഒരാളിൽ നമ്മൾ ഇങ്ങനെ ചെയ്തു അത് കറക്റ്റ് ആയാലേ നമ്മൾ ഫോൺ യൂസ് കുറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് മറ്റൊരു കുട്ടിക്ക് അത് ചെയ്യാൻ പാടില്ല, മറ്റൊരു കുട്ടിക്ക് അങ്ങനെ ആവണം എന്നില്ല. അപ്പോൾ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടൊരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു അസസ്മെൻറ്റ് എടുത്തിട്ട് കുട്ടികൾക്ക് ഏതൊക്കെ ഏരിയാസിലാണ് എവിടേക്കാണ് ബുദ്ധിമുട്ടുകൾ വരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ സിംറ്റംസ് കാണിക്കുന്നു അതിനനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെൻറ്റ് പ്ലാനുകൾ ചേഞ്ച് ആവുമല്ലോ. അതെ, അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് പ്ലാൻസും ചേഞ്ച് ആവും. അപ്പോൾ ബിഹേവിയറൽ ഇഷ്യൂസാണ് കൂടുതലെങ്കിൽ അല്ലെങ്കിൽ അക്കാഡമിക്കൽ ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ കുട്ടികളിൽ ഓൾട്ടർ ചെയ്തിട്ട് സെഷൻസ് എടുക്കേണ്ടി വരും. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ഇത്തരം ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്കാൻ നിങ്ങൾ മടി കാണിക്കരുത് എന്നുള്ളതാണ്. ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലിനിക്കായിട്ടുള്ള ഹെയിൽ ആൻഡ് ഹാപ്പിനെസ്സിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.